നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. മലയാളത്തിലെ പഴയകാല ഗാനങ്ങൾ കോർത്തിണക്കി ദോഹയിൽ അരങ്ങേറിയ ഹൃദയരാഗങ്ങൾ സംഗീതാസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. ചന്ദ്രകല ആർട്സിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ആസ്വാദകരിൽ സംഗീതത്തിന്റെ ഗൃഹാതുരതയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ വേദിയിൽ പുനർജനിച്ചപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ പ്രണയവും വിരഹവും നിറക്കൂട്ടുകളുമാണ് പെയ്തിറങ്ങിയത്. കവിതയുടെ പച്ചവറ്റാത്ത വരികളിൽ നിന്ന് സംഗീതത്തിന്റെ മാസ്മരികതകൾ തീർത്ത ഗാനരചയിതാക്കളെയും സംഗീത സംവിധായകരെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഹൃദയരാഗങ്ങൾക്ക് ഉണ്ണിമേനോൻ മുതൽ നിഷാദ് വരെ വിവിധ തലമുറകളിൽപ്പെട്ട ഗായകർ ശബ്ദം പകർന്നു. മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, രാജലക്ഷ്മി, ചിത്ര അരുൺ, വൃന്ദ മേനോൻ തുടങ്ങി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ അതുല്യ പ്രതിഭകൾ ആസ്വാദകർക്ക് സമ്മാനിച്ചത് പാട്ടിന്റെ പാലാഴി കടഞ്ഞ അപൂർവ നിമിഷങ്ങൾ. പഴയകാലത്തെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ കഥയും വർത്തമാനങ്ങളുമായി ജയരാജ് വാര്യർ അവതാരകനായപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകാലം നെഞ്ചേറ്റിയ ആസ്വാദകർ ഓർമ്മകളിലേക്ക് തിരികെ നടക്കുകയായിരുന്നു. പ്രവാസത്തിന്റെ വേവും വേവലാതിയും വിട്ടൊഴിഞ്ഞ് സംഗീതത്തിന്റെ മഴ നനഞ്ഞ 4.5 മണിക്കൂർ അങ്ങനെ ഓരോ ആസ്വാദകന്റെയും ഹൃദയരാഗങ്ങളായി മാറി. നല്ല പാട്ടുകളെ സ്നേഹിക്കുന്ന ആസ്വാദക വൃന്ദവും ശബ്ദമാധുര്യം കൊണ്ട് പാട്ടിന്റെ പനനീര് നനയിച്ച സംഗീത പ്രതിഭകളും ഒത്തുചേർന്ന അപൂർവ സംഗമം കൂടിയായിരുന്നു ഹൃദയരാഗങ്ങളുടെ 7ാമത് സീസൺ. അൻവർ പാലേരി, 24, ദോഹ. അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദി കേരള ഫെസ്റ്റിന് തുടക്കം. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് പരിപാടി. ആദ്യ ദിനം ആയിരക്കണക്കിന് പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. 14 ജില്ലകളുടെ കലയും സംസ്കാരം കോർത്തിണക്കിയുള്ള ഉത്സവമാണ് അബുദാബിയിൽ നടക്കുന്നത്. പി ബാവ ഹാജി പതാക ഉയർത്തിയതോടെയാണ് ഫെസ്റ്റിന് തുടക്കമായത്. പ്രവാസികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുക എന്ന ഉദ്ദേശത്തോടെയാണ് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിനം വിവിധ ജില്ലകളുടെ കലാ സാംസ്കാരിക പരിപാടികളും പ്രശസ്ത സൂഫി കലാകാരന്മാരായ ബിൻസിയും മജ്ബൂറും ചേർന്ന് അവതരിപ്പിച്ച സൂഫി സംഗീതവും അരങ്ങേറി. കേരളത്തിലെ തനതായ നാടൻ രുചിക്കൂട്ടുകൾ ഒരുക്കി തയ്യാറാക്കുന്ന ഫുഡ് സ്ട്രീറ്റ്, പ്രോപ്പർട്ടി, ടൂറിസം, വിവിധ വാണിജ്യ സ്ഥാപനങ്ങളുടെ അടക്കം 30ലേറെ സ്റ്റോളുകളും ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. വിവിധ പ്രവാസി വിഷയങ്ങൾ ഉയർത്തി 30ഓളം പ്രവാസി സംഘടനകൾ ഒരുമിക്കുന്ന ഡയസ്പോറ സമ്മിറ്റ് നാളെ നടക്കും. 24, ദുബായ്. കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോയ്ക്ക് ദുബായിൽ തുടക്കം. റീജൻസി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എം സ്ക്വയർ ഹോട്ടലിലാണ് മേള. മലബാർ മേഖലയിൽ സ്വന്തമായി താമസ സൗകര്യങ്ങളും നിക്ഷേപ മാർഗങ്ങളും ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് അതിനുള്ള അവസരമൊരുക്കിയാണ് കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോയ്ക്ക് ദുബായിൽ തുടക്കമായിരിക്കുന്നത്. മലബാർ മേഖലയിലെ പ്രമുഖ ബിൽഡേഴ്സുകളെല്ലാം മേളയ്ക്കായി ദുബായിൽ എത്തിയിട്ടുണ്ട്. ദുബായ് ബുർജുമാന് സമീപമുള്ള ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എം സ്ക്വയർ ഹോട്ടലിൽ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം റീജൻസി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ നിർവഹിച്ചു. വൻ ജനപങ്കാളിത്തമാണ് മേളയിൽ അനുഭവപ്പെടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. വളരെ നല്ല റെസ്പോൺസാണ്. ഇതൊരു ഫോക്കസ്ഡ് ഷോ ആയതുകൊണ്ട് തന്നെ മലബാറിൽ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ച് ഒരുപാട് ഓൺലൈൻ രജിസ്ട്രേഷൻസും ഇപ്പോഴത്തെ ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലൊക്കേഷൻ അതുപോലെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ബുർജുമാനടുത്തുള്ള ഡബിൾ ട്രീ ഹിൽട്ടണിലായതുകൊണ്ട് തന്നെ 2 സൈഡിൽ നിന്നും ആൾക്കാർക്ക് വരാനായിട്ട്, ഈവൻ ഷാർജയിൽ നിന്ന് പോലും ആൾക്കാർക്ക് വരാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഫുട്ഫോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നല്ല ഫുട്ഫോൾ ഉണ്ട് ഇപ്പം തന്നെ. വീടുകൾ, വില്ല, ഫ്ളാറ്റ് എന്നിവയ്ക്കൊപ്പം വാണിജ്യ സമുച്ചയങ്ങളിലേക്ക് നിക്ഷേപത്തിനും ഉടമസ്ഥാവകാശത്തിനുമുള്ള സൗകര്യവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് മേളയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 24, ദുബായ്. തിരുവനന്തപുരം കാട്ടാക്കട മലയിൻകീഴിൽ നിന്ന് കാണാതായ 3 വിദ്യാർത്ഥികളെയും കണ്ടെത്തി. ചെങ്ങന്നൂരിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഗോവയ്ക്ക് പോകാനായിരുന്നു കുട്ടികളുടെ പദ്ധതി. ട്രെയിൻ മാറിക്കയറിയതോടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു. ഹരികൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, എങ്ങനെയാണ് കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്? എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ആരുടെ ഈ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ കുട്ടികളെ കണ്ടെത്തിയത്. ഈ ഗോവയ്ക്ക് പോകാനാണ് ഈ 3 കുട്ടികൾ പദ്ധതി ഇട്ടിരുന്നത്. അന്തീർക്കോണം ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഇന്നലെ മുതൽ കാണാതായത്. സ്കൂളിൽ നിന്നും വരുന്ന വഴി വീട്ടിൽ വന്നതിന് ശേഷം ഈ ഗോവയ്ക്ക് പോകാനായിരുന്നു ഇവരുടെ പദ്ധതി. അത് ട്രെയിൻ മാറിക്കയറി എന്ന് മനസ്സിലായ ഈ കുട്ടികൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു. തുടർന്ന് ഇന്നലെയും ഇന്നുമായി നൽകിയ ഈ മാധ്യമ വാർത്തകളെ തുടർന്ന് അവിടുത്തെ നാട്ടുകാർക്ക് സംശയം തോന്നുകയും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്. നിലവിൽ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഈ 3 കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഈ മലയൻകീഴ് പോലീസും ഈ കുട്ടികളുടെ ബന്ധുക്കളും ഉടൻ തന്നെ അവിടെ ചെന്ന് ഈ കുട്ടികളെ തിരിച്ചെത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഗോവയ്ക്ക് വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ പദ്ധതിയിട്ടിരുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ഇന്ന് ചെങ്ങന്നൂരിൽ നിന്ന് കണ്ടെത്തിയത്. ശരി, ആശ്വാസകരമായ വാർത്തയാണ്. കാട്ടാക്കട മലയിൻകീഴിൽ കാണാതായ 3 വിദ്യാർത്ഥികളെയും കണ്ടെത്തി. ഗോവയ്ക്ക് ട്രെയിനിൽ കയറി പോകാനായിരുന്നു ഇവരുടെ പദ്ധതി. ട്രെയിൻ മാറിക്കയറിയതോടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നു. പടമല സ്വദേശി അജീഷാണ് കൊല്ലപ്പെട്ടത്. അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ചു. വെളിച്ചക്കുറവ് മൂലം മയക്കുവെടി ദൗത്യം പ്രതിസന്ധിയിലാണ്. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും റേഡിയോ കോളർ വിവരങ്ങൾ കർണാടക കൈമാറിയില്ലെന്ന് കേരള വനം വകുപ്പ് ആരോപിച്ചു. ആളുകൾ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഭയന്നോടുകയായിരുന്നു ആന. രാവിലെ തൊഴിലാവശ്യത്തിന് പുറത്തേക്കിറങ്ങിയ അജീഷ് വഴിയിൽ ആനയ്ക്ക് മുന്നിൽ പെട്ടു. 42-കാരനായ അജീഷ് ഓടിക്കയറിയത് അടുത്തുള്ള വീട്ടുമുറ്റത്തേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പേ ആന തൊട്ടടുത്തെത്തി. മതിൽ ചാടിക്കടന്ന അജീഷ് ചുവട് തെറ്റി വീണു. മതിൽ തകർത്ത് പിന്നാലെ എത്തിയ ആന ആക്രമിച്ചു. ഇതുവഴി ആ ചേട്ടൻ ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ ഓടിക്കേറി വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ചേട്ടൻ ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നു. അപ്പോൾ ചേട്ടൻ ഗേറ്റ് ചാടി കിടന്നപ്പോൾ കാല് കെട്ടിയിട്ട് അങ്ങാണ്ട് വീണു. അല്ല, താക്കോൽ ഇവിടെയായിരുന്നു. ഇതെടുത്ത് അങ്ങോട്ട് ഓടി പോയതാണ്. അപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി. അപ്പോൾ ഇങ്ങോട്ട് ഓടി കയറിയതാണ് ഞങ്ങൾ. ഗുരുതരമായി പരിക്കേറ്റ അജീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹവുമായി ടൗണിൽ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം. റോഡ് ഉപരോധിച്ച നാട്ടുകാർ MLA OR കേളുവിനെയും കലക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും തടഞ്ഞു. വനം വകുപ്പ് ഓഫീസിന് മുന്നിലും പ്രതിഷേധമുണ്ടായി. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അജീഷിന്റെ മൃതദേഹം സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ടിൽ എത്തിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു. ആദ്യഘട്ടത്തിൽ അജീഷിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാമെന്ന കളക്ടറുടെ നിർദ്ദേശം പ്രതിഷേധക്കാർ തള്ളി. തുടർന്ന് അടിയന്തര നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും അധിക സഹായമായി 40 ലക്ഷം രൂപയ്ക്ക് സർക്കാരിന് ശുപാർശ നൽകുമെന്നും കളക്ടറുടെ ഉറപ്പ്. 10 ലക്ഷം രൂപ അത് തിങ്കളാഴ്ച തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ എഴുതി തള്ളുന്നതിനും 40 ലക്ഷം രൂപ കൂടി അനുവദിക്കണം എന്നൊരാവശ്യം ചർച്ചയിൽ എല്ലാവരും ഉന്നയിച്ചു. അനുകൂലമായ ഒരു റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആനയെ മയക്കുവെടി വെക്കാൻ സർക്കാർ ഉത്തരവിട്ടെങ്കിലും വെളിച്ചക്കുറവിനെ തുടർന്ന് ഇന്ന് ദൗത്യം നടപ്പാക്കാനായില്ല. ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തുടരുകയാണ്. കുങ്കിയാനകളെ എത്തിച്ച് ദൗത്യം പൂർത്തിയാക്കാനാണ് ശ്രമം. പലതവണ ആവശ്യപ്പെട്ടിട്ടും കർണാടക വനം വകുപ്പ് റേഡിയോ കോൾ സിഗ്നൽ നൽകാത്തതാണ് ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടാകാൻ കാരണമായതെന്നാണ് കേരള വനം വകുപ്പിന്റെ വിശദീകരണം. ടീം 24 വയനാട്. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവം ഞെട്ടിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണമെന്നും വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വനം മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഉന്നയിക്കുന്നത് ബാലിശമായ ആരോപണങ്ങളെന്നായിരുന്നു വനം മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടി. വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിലെ ജനങ്ങൾ വലിയ വില നൽകേണ്ടി വരുന്നുവെന്നും വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വന്യമൃഗ ആക്രമണം രൂക്ഷമാകുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ഒരു 30 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുമാണ് ഇതിൻ്റെ ഇരയായി മാറുന്നത്. സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. സർക്കാരിന്റെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര കൃത്യവിലോപമെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. കേരളവും കർണാടകവും പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കർണാടകയും കേരളവും ഇതിൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു വനമന്ത്രിയുണ്ട്, ആനയ്ക്ക് എത്ര കാലുണ്ടെന്ന് പോലും പുള്ളിക്കറിയില്ല. സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥയാണ്, വനം വകുപ്പിൻ്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഇങ്ങനെ ഒരു മരണമുണ്ടാവാൻ കാരണം. വിമർശനങ്ങൾക്ക് വനം മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടി ഇങ്ങനെ. എന്നോട് ചോദിച്ചിട്ടാണല്ലോ പിന്നെ ഓരോ മൃഗവും വയനാട്ടിലായാലും ഇടുക്കിയിലായാലും പത്തനംതിട്ടയിലായാലും എല്ലാം ഇറങ്ങി വരുന്നത്. ഞാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ എന്നോട് പ്രതിഷേധിച്ചിട്ടാണല്ലോ വരുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്തയാളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ആ രണ്ടാമനൊക്കെ പറയേണ്ടത് അഭിപ്രായ പ്രകടനങ്ങളാണോ ഇത് എന്ന്
അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹം ആലോചിക്കുന്നത് നല്ലതെന്നല്ലാതെ എനിക്കതുകൊണ്ടൊരു ദോഷവും ഗുണവും ഉണ്ടാകുമെന്നില്ല അദ്ദേഹം അങ്ങനെ ചിന്തിച്ചാൽ. ആക്രമിച്ചത് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയായതിനാൽ സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. 24 കോഴിക്കോട്. CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിലാണ് വിമർശനം. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് മന്ത്രി GR അനിലിന്റെ ഭാര്യ കൂടിയായ CPI നേതാവ് R ലതാദേവി പരിഹസിച്ചു. ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. CPI മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചതിലും വിദേശ സർവകലാശാല വിഷയത്തിലും CPI സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനമുയർന്നു. പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ 92കാരിക്കും മകൾക്കും സഹായവുമായി സുരേഷ് ഗോപി. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. കാരണം പാലക്കാട്ടെ ചൂട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. ആ തരത്തിലാണ് രാവിലെ ആകുമ്പോഴുള്ള ചൂടൊക്കെ. ആ ചൂടത്താണ് അവർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ, അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു കട്ടിലിട്ട് ആ കട്ടിലിൽ വന്ന് കിടന്നിരുന്നത്. നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇവരവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം ജില്ലാ കളക്ടറെ വ്യക്തിപരമായി ഞാൻ വിളിച്ചു, മറ്റൊരുപാട് മാധ്യമപ്രവർത്തകർ വിളിച്ചു, തിരിഞ്ഞു പോലും നോക്കിയില്ല. പഞ്ചായത്ത് അധികൃതർ അവരെ വിളിച്ചു, തിരിഞ്ഞു പോലും നോക്കിയില്ല. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നായിരുന്നു വയോധികരുടെ പ്രതിഷേധം. ഇരുവരുടെയും ദുരവസ്ഥ 24 വാർത്തയിലൂടെ അറിഞ്ഞാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. മണിക്കൂറുകൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ച 92കാരി പത്മാവതി അമ്മയെയും മകൾ 67കാരി ഇന്ദിരയെയും ആരും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകർ 1 മാസത്തെ പെൻഷൻ തുക നൽകി വീട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു. ഇരുവർക്കും സർക്കാർ പെൻഷൻ നൽകും വരെ തന്റെ പെൻഷൻ തുകയിൽ നിന്ന് പണം നൽകുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഉറപ്പ്. ഈ കഥനം കാണുമ്പോൾ ഹൃദയം വല്ലാണ്ടങ്ങ് മുറുകിപ്പോകും. ഞാൻ കണ്ട കാഴ്ചകളിലെ ഏറ്റവും ദാരുണമായ കാഴ്ചയാണ് ആ അമ്മ 92ാമത്തെ വയസ്സും എന്റെ മുത്തശ്ശിയൊക്കെ കിടക്കുന്നത് പോലെ തോന്നി. അപ്പോ ഞാനത് എന്റെ പെൻഷൻ അക്കൗണ്ടുമായിട്ട് അങ്ങ് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബൈ ഡിഫോൾട്ട് അവർക്ക് ഈ 1600 രൂപ ഇപ്പം 2 പേർക്കും കൂടെ ചേർത്ത് 4 പേർക്ക് അക്കൗണ്ടിൽ നിന്ന് തനിയെ അങ്ങ് പൊയ്ക്കോളൂ. മണിക്കൂറുകൾ കുത്തിയിരുന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും സുരേഷ് ഗോപിക്ക് 1000 നന്ദിയെന്നും നിറ കണ്ണുകളോടെ ഇന്ദിരയും പത്മാവതിയും. വളരെയധികം സന്തോഷം. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ദൈവം നല്ലത് മാത്രം കൊടുക്കട്ടെ. പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് 24 ആണ്. ഈ 50 കൊല്ലമായിട്ട് ഞങ്ങൾ അവിടെ താമസിക്കുന്നതാണ്. ആരും ഇല്ലാത്ത ഈ ഇത്രയും വയസ്സായിട്ടുള്ള ഒരമ്മയും ഞാനും അവിടെ വന്നിരിക്കുമ്പോൾ എന്നോടൊപ്പം പണിയെടുത്തൊരു പ്രസിഡൻ്റാണ്. ആ പ്രസിഡന്റ് പോലും എന്താ എന്ന് പോലും എൻ്റെ നമ്പർ ഉണ്ടായിട്ടും കൂടെ ഒന്ന് വിളിച്ചു ചോദിക്കുക പോലും ചെയ്തില്ല. വളരെയധികം പരിതാപകരം തന്നെയായിരുന്നു ഞങ്ങളുടെ. അമ്മ സന്തോഷമായില്ലേ? അമ്മ സന്തോഷമായി. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് പത്മാവതിക്കും മകൾക്കും ലഭിക്കാനുള്ളത്. രാവിലെ പ്രതിഷേധത്തെക്കുറിച്ചറിഞ്ഞ് പെൻഷൻ കിട്ടാനുള്ള നിരവധി പേർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയിരുന്നു. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി. 15 സീറ്റിൽ CPIയും 4 സീറ്റിൽ CPIയും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കേരള കോൺഗ്രസ് എം രണ്ടാമതൊരു സീറ്റും RJD 1 സീറ്റും ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല. 6 സീറ്റിൽ CPIയും 4 സീറ്റിൽ CPIയും മത്സരിക്കുന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഇടതുമുന്നണിയിലെ രീതി. എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്നതോടെ അവർ മത്സരിച്ചു വന്നിരുന്ന കോട്ടയം സീറ്റ് നൽകി. 15 സീറ്റിൽ CPIയും 4 സീറ്റിൽ CPIയും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. 19 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ തന്നെയാണ് പാർട്ടികൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് അതിവേഗത്തിൽ തന്നെ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപായിട്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസ് എം കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 2 സീറ്റ് നൽകാനാവില്ലെന്ന് CPM നേതൃത്വം അറിയിച്ചു. RJDയും 1 ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘടകകക്ഷികൾ തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്നായിരുന്നു നേതൃത്വത്തിന് നിലപാട്. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 14-ന് ജില്ലാ LDF യോഗങ്ങൾ ചേരും. 24 തിരുവനന്തപുരം. 3-ാം സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിഷയത്തിൽ ലീഗിൻ്റേത് ശക്തമായ നിലപാടാണ്. ലീഗിന് ഒരു ശക്തിയുണ്ട്, അത് എല്ലാവർക്കും അറിയാമെന്നും അത് UDF മനസ്സിലാക്കണമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞ 3 സീറ്റിൽ ഇതിനെ ഒതുക്കുന്നതാണ്. 15-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ശക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നോക്കും. അതെ, ഞങ്ങളുടെ ശക്തിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളൊരു ഇത് ഞങ്ങൾക്ക് വേണ്ടി വരും.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്രയായ സമരാഗ്നിയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയായി. മട്ടന്നൂരിലും കണ്ണൂരിലുമായിരുന്നു ഇന്നത്തെ പൊതുസമ്മേളനങ്ങൾ. കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഫാസിസ്റ്റ് ഭരണത്തെ കുഴിച്ചുമൂടാനുള്ള മഹായുദ്ധമാണ് സമരാഗ്നിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അണികളുടെ പങ്കാളിത്തം കൊണ്ട് സമരാഗ്നി കണ്ണൂരിലും ആവേശകരമായെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മട്ടന്നൂരിലും കണ്ണൂരിലും തിങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പൊതുസമ്മേളനങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര നയങ്ങളെ വിമർശിച്ചും സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചും പ്രചാരണം. ഇവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെച്ച് കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം മാത്രമാണെന്ന് പറയുന്നു. ഞങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട് ചില പോയിന്റ്. ഇവരെല്ലാം 18 എംപിമാരും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് പരാതി പറയുന്നു. 14ാം ധനകാര്യ കമ്മീഷന്റെയും 15ാം ധനകാര്യ കമ്മീഷന്റെയും തമ്മിലുള്ള ഡെവല്യൂഷൻ ഓഫ് ടാക്സിലുള്ള കുറവ്. കാസർഗോഡ് മുനിസിപ്പൽ ഹാളിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ സംവദിച്ചു. എല്ലാ ജില്ലകളിലും ജനകീയ ചർച്ചാ സദസ്സുകൾ സംഘടിപ്പിക്കും. കോഴിക്കോട് ജില്ലയിലാണ് യാത്രയുടെ നാളത്തെ പര്യടനം. 24 കാസർഗോഡ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എക്സാലോജി കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചു. കരിമണൽ കമ്പനിയായ CMRL-ലുമായുള്ള ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. എക്സാലോജിക്കിനെ വെള്ളപൂശുന്ന വിശദീകരണ രേഖ CPIM പാർട്ടി പരിപാടിയിൽ വിതരണം ചെയ്തു. SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിക്കൊപ്പം സമൻസ് രേഖയും എക്സാലോജിക് ഹാജരാക്കിയിട്ടുണ്ട്. കരിമണൽ കമ്പനിയായ CMRL നൽകിയ സേവനം, കമ്പനികളുടെ വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് SFIO ആവശ്യപ്പെട്ടത്. CMRL-ലും KSIDC-യിലും പരിശോധന നടത്തുന്നതിന് മുൻപ് തന്നെ SFIO സമൻസ് നൽകിയിരുന്നു. സമൻസിനെ കുറിച്ച് അറിയില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം. നിങ്ങൾ പത്രത്തിൽ കണ്ടതുപോലെ ഞാൻ വായിച്ചു, അത്രേ എനിക്കറിയൂ. നിയോജക മണ്ഡലം തല ശില്പശാലകളിൽ വിതരണം ചെയ്യുന്ന രേഖയിൽ എക്സാലോജിക്കിനെ CPIM വെള്ളപൂശുകയാണ്. വ്യക്തമായ കണക്കുകളുടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടെന്ന് രേഖയിൽ പറയുന്നു. അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചു. CMRL-ന് പരാതിയില്ലാത്ത വിഷയത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണമെന്നും വിമർശനം. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തേജോവധം ചെയ്യുന്നുവെന്നും കേന്ദ്ര ഏജൻസികളെയും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കള്ളക്കഥകൾ മെനയുന്നുവെന്നും CPIM കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയെ രക്ഷിക്കും. സംസ്ഥാനത്ത് ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കുമെന്നും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുമായുള്ള അഭിമുഖത്തിൽ മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം കനകക്കുന്നിൽ മാതൃഭൂമിയുടെ അക്ഷരോത്സവ വേദിയിലാണ് കളിയും കാര്യവുമായി ഇരുവരും ഒരുമിച്ചെത്തിയത്. രാഷ്ട്രീയ നിലപാടുകൾ, വിവാദങ്ങളോടുള്ള പ്രതികരണം, ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ. മന്ത്രി KB ഗണേഷ് കുമാർ വാചാലനായി. അടുത്തിടെയായി ഗണേഷ് കുമാറിന്റെ കഴുത്തിൽ ഒരുപാട് മൈക്കുകൾ കാണുന്നുണ്ടല്ലോ എന്ന് R ശ്രീകണ്ഠൻ നായർ. കേൾക്കാൻ ആളുള്ളതുകൊണ്ടെന്ന് മന്ത്രി. കളിപ്പറച്ചിൽ പതിയെ കാര്യത്തിലേക്ക്. KSRTCയെ ലാഭത്തിലാക്കിയില്ലെങ്കിലും നഷ്ടം കുറയ്ക്കുമെന്ന് മന്ത്രി. ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും ഇതിനെ ലാഭത്തിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രതീക്ഷയിൽ നേരെ നടത്താം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനി ലാഭമൊന്നുമില്ല, നഷ്ടം കുറച്ചു കൊണ്ടുവരാം. ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കും. ലൈസൻസ് RC ബുക്ക് പ്രിന്റിംഗിലെ പ്രതിസന്ധിക്ക് പിന്നിൽ വടക്കേ ഇന്ത്യൻ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ കബളിപ്പിക്കൽ പാർട്ടീസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ അതുപോലൊരു വിഷയമാണ് ഈ കാർഡിലുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കും. പരിഹരിക്കപ്പെടും. സംഭാഷണത്തിന് കേൾവിക്കാർ ഏറെയുണ്ടായി. കൂട്ടത്തിൽ നിന്ന് ചോദ്യങ്ങളും. പേഴ്സണൽ സ്റ്റാഫ് എണ്ണത്തിൽ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ. ഞാൻ വെച്ചതിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ ഇപ്പോൾ തന്നെ സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണ്. എങ്ങനെ മനസ്സിലായോ? ഡെപ്യൂട്ടേഷനാണ്. ഒരു അധ്യാപകനെ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ സർക്കാരിന് അധിക ചിലവില്ല. ആ അധ്യാപകന് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരാളെ എടുത്താൽ അദ്ദേഹം അവിടെ ശമ്പളം വാങ്ങുന്നുണ്ട്. അതേ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ സ്റ്റാഫിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ സർക്കാർ സർവീസിൽ നിന്ന് വന്നവർ തന്നെയാണ്. അതുകൊണ്ട് സർക്കാരിന് അധിക ബാധ്യതയൊന്നുമില്ല. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകൻ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു. റോബിൻ ബസ് വിഷയത്തിൽ കോടതി ഉത്തരവ് പ്രകാരം തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഗതാഗത വകുപ്പിലെ ഫയലുകളുടെ മെല്ലെപ്പോക്കിൽ ഉദ്യോഗസ്ഥർക്ക് കർശന മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 5 ദിവസത്തിനുള്ളിൽ ഫയലുകൾ തീർപ്പാക്കാത്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. കെടുകാര്യസ്ഥതയുള്ള ഉദ്യോഗസ്ഥർ ലീവ് എടുത്ത് മാറി നിൽക്കണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഒരു ഫയലും ഗതാഗത വകുപ്പ് പ്രത്യേകമായ നിർദ്ദേശം വരികയാണ്. ഒരു ഫയലും 5 ദിവസത്തിൽ കൂടുതൽ ഒരു RTO പിടിച്ചു വെച്ചാൽ അയാളെ അവിടുന്ന് സ്ഥലം മാറ്റും. അതിന് യാതൊരു സംശയമില്ല. 5 ദിവസം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാൻ 5 ദിവസം തന്നെ വേണ്ട, 1 മണിക്കൂറിലും വേണ്ട. പക്ഷേ 5 ദിവസം അനുവദിക്കുക. കെടുകാര്യസ്ഥതയുണ്ട് ഉദ്യോഗസ്ഥന്മാരാണ്.
എനിക്കെന്താ വേണം, ഒന്നാം തീയതി നമ്മളെ കിട്ടിയപ്പോൾ ആ ചിന്താഗതി കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അതിനെ വിമർശനമായി കണ്ട സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് നമ്മളെ കിട്ടിയ അധികം നടക്കണ്ട, അതിന് പറ്റില്ല. KSRTC മോട്ടോർ വെഹിക്കിൾ വരെ ആ പരിപാടിയുള്ള ആളുകൾ ലീവ് എടുത്തു പോകുന്നതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി, കുറേ നാൾ കഴിഞ്ഞ് പോയിട്ട് വരും. കാരണം ആ പരിപാടി ഇനി ഇവിടെ നടക്കില്ല. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. അർദ്ധരാത്രിയുടെ ഫലപ്രഖ്യാപനം പൂർത്തിയായില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് PTI. സഖ്യ സർക്കാർ നിലവിൽ വരുമെന്ന് കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൽ ഹഖ് കാക്കർ. രാജ്യത്ത് സുസ്ഥിര സർക്കാർ അനിവാര്യമാണെന്ന് സൈനിക മേധാവി വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകാതെ ജനം വിധിയെഴുതിയ പാകിസ്ഥാനിൽ രാഷ്ട്രീയ നാടകങ്ങളും തിരക്കിട്ട മുന്നണി നീക്കങ്ങളും സജീവമാകുന്നു. ജനവിധി തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവകാശപ്പെട്ട് മുൻ പ്രധാനമന്ത്രിമാരായ ഇമ്രാൻഖാനും നവാസ് ഷെരീഫും രംഗത്തെത്തി. എന്നാൽ 253 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷമില്ല. കേവല ഭൂരിപക്ഷത്തിന് 134 സീറ്റ് ആവശ്യമാണ്. ഇതോടെ രാജ്യത്ത് തൂക്കുമന്ത്രിസഭയാകും വരികയെന്നുറപ്പായി. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ്. 99 സീറ്റുകൾ നേടി ഇമ്രാൻഖാന്റെ PTI പിന്തുണയ്ക്കുന്ന സ്വതന്ത്രർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് 71 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മൂന്നാം സ്ഥാനത്തെത്തിയ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 2018-ലേക്കാൾ 11 സീറ്റുകൾ കൂടുതൽ നേടി 54 സീറ്റിൽ വിജയിച്ചു. ഇതിനിടെ പാകിസ്ഥാനിൽ സുസ്ഥിര സർക്കാർ അനിവാര്യമാണെന്നും അരാജക രാഷ്ട്രീയത്തിൽ നിന്ന് രാജ്യം മുക്തമാകണമെന്നുമുള്ള സൈനിക മേധാവി സയ്യിദ് അസിം മുനീറിന്റെ പ്രസ്താവന നവാസ് ഷെരീഫ് ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.